welcome to your favorite show and that is എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടായിരിക്കും സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മള് സൂപ്പർ അല്ലെങ്കിൽ ഡബിൾ സൂപ്പർ ഹാപ്പിയിലാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് അംബിക ചേച്ചിയാണ്. സോ വൺസ് അഗൈൻ വി വെൽക്കം യു ചേച്ചി. കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഇന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയാനല്ലേ, ഹാപ്പിയാണോ? അല്ല, അങ്ങനെയല്ല, കഴിഞ്ഞ എപ്പിസോഡ് കഴിയുമ്പോ കഴിയണ്ടായിരുന്നു എന്ന് തോന്നി. അതെ, ഒരു 1000 വോൾട്ട് ഒരു ഫീൽ ഉണ്ടായിരുന്നു. അടിപൊളി. പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന ഒരു ഷോ, ഹിറ്റായിട്ടൊരു ഷോ, മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഷോ, ചിരിക്കാനൊരു ഷോ, അതിനൊരു സന്തോഷം ഉണ്ടല്ലോ. ശരി, അപ്പോ പിന്നെ വിളിച്ചാലോ നമ്മുടെ ടോട്ടൽ പട്. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. ശരിക്കും പുഴുവായില്ല, പ്യൂപ്പയായിരുന്നു. എന്നും ചമ്മാൻ വേണ്ടി ഒരാള് അല്ല ടീമേ. ടീമിന് ഇത് അറിയില്ലായിരുന്നോ? ടീം ഇങ്ങനെ പുഴുവായിട്ട് വരുമ്പോ പാട്ടോടെ നിൽക്കുന്നുള്ളത് എല്ലാം അറിയാം. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എത്ര മെഴുകിയാലും പിന്നെ അവന് ക്ലോസ് കിട്ടിയാൽ മതി. പിന്നെ ഇത് തരണേടാ, എനിക്ക് കാപ്പി കലത്തിന്റെ അടപ്പായിട്ട്. എന്തോ ഇതൊക്കെ പുതിയതാണോ? പുറത്ത് ഷോനൊക്കെ പോയപ്പോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടിയതാണോ? ഇല്ല, ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാ. ആൾക്കാർ അറിയുമ്പോ കിട്ടുന്നതാ? അല്ല, ആൾക്കാർക്ക് ഭ്രാന്തല്ലേ, വില കൂടിയ സാധനം കാശ് കൊടുത്ത് മേടിച്ചാണ്. ശരിക്കും അംബിക ചേച്ചി കുട്ടികളുടെ പോലെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ ഇല്ലയോ? കുട്ടികളുടെ മനസ്സാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക്? ഇവർക്കോ? അല്ല, ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ടുള്ള അംബിക ചേച്ചിക്ക്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അതെ, കറക്റ്റ്. റിയൽ ലൈഫ് ക്യാരക്ടറിൽ അങ്ങനെ ഒരു ഉണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള ഷോസിന് വരുമ്പോ ഈയിടെ ഞാൻ വന്നിട്ട് റീൽസിൽ ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, അതെ, അതായത് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിന്റെ ചെറിയൊരു ക്ലൂ. യെസ്, ഓട്ടോ വോൾ. ഇങ്ങനെ ഷൂട്ടിംഗ് സമയത്തുള്ള രസകരമായിട്ടുള്ള അങ്ങനെയല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങിന് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പണ്ട് മുതൽ ഇങ്ങനെ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. മരം കയറലും ഇതൊക്കെ ഉണ്ട്. സോ അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോ ഗേറ്റ് ഇങ്ങനെ അടയ്ക്കുമ്പോ അതിങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ പെട്ടെന്ന് ഇതിലൊന്ന് കയറിയാലെന്താ എന്ന് വെച്ചപ്പോ എന്റെ കൂടെ ഒന്ന് അസിസ്റ്റന്റ് അവരങ്ങ് ഷൂട്ട് ചെയ്തു. വന്നു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് തോന്നിയപ്പോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ബീങ് സില്ലി ഈസ് നോട്ട് സില്ലി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഇട്ടു. അത് കയറി അങ്ങ് വൈറലായി. അതങ്ങനെ വൈറലായി ഇവിടെ കിടന്ന് എന്തോരം കഷ്ടപ്പെടുന്നു. ഇവിടെ ചില ആൾക്കാരുണ്ട് കണ്ടവന്റെ പറമ്പിൽ കയറി തേങ്ങ മോഷണവും. അങ്ങനെയല്ല, എന്താണെന്നറിയോ, നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിപ്പം ഇവരിങ്ങനെ സ്റ്റേജിൽ ഇത് ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ ഓർമ്മ വരും. ഇപ്പോൾ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അതൊക്കെ കാണുമ്പോൾ ഈ ചെറിയ വയസ്സിൽ ഞാനിങ്ങനെ സ്റ്റേജിൽ എൻ്റെ അനിയത്തിയും ഞാനൊക്കെ കൂടെ ഡാൻസ് ചെയ്യാൻ കയറുന്നത്, അമ്മ ഇങ്ങനെ മുമ്പ് ഒന്ന് സെൻറ്ററിലോട്ട് വാ അപ്പോഴേ കാണുള്ളേ സ്റ്റേജിലെ ആൾക്കാർ, അതൊക്കെ ഓർമ്മ വരും. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ അതൊക്കെ ഇതങ്ങ് ചെയ്യും. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ഓല കൊണ്ട് വാച്ചുണ്ടാകും, അതൊക്കെ ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെയ്യാറുണ്ട് ചില സമയത്ത്. കാരണം അത് കാണുന്ന ആൾക്കാർ കളിയാക്കുന്നെങ്കിൽ ഐ ഡോണ്ട് കെയർ. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. അത്രേ വെരി ഷോർട്ട് ലൈഫ്. കാരണം ഈ കോവിഡും കൂടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പേടിയായി തുടങ്ങി ലൈഫിനോടൊക്കെ തന്നെ. അത് കാരണം മാക്സിമം സന്തോഷമായിട്ടിരിക്കുക, സന്തോഷിപ്പിക്കുക, നിങ്ങളെ പോലെ എല്ലാവരെയും ചിരിപ്പിക്കുക.
ചേച്ചി ഞാൻ ചോദിക്കട്ടെ ചേച്ചി 2 എപ്പിസോഡായിട്ട് ചേച്ചി വന്നല്ലോ അനുവിന്റെ കുട്ടിത്തം ഇഷ്ടമാണോ? ഈ സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരിലുമുള്ള 5 വയസ്സുകാരെ എനിക്ക് ഇഷ്ടമാണ്. അയ്യോടാ, നമ്മളെല്ലാവരേ ഭയങ്കര മെച്ചൂരിറ്റി കാണിച്ച് മസിലൊക്കെ വീർപ്പിച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ ഒരു മസിലും കാണിക്കണം. യു ബി സില്ലി. നിങ്ങൾ കുട്ടികളായിട്ട് തന്നെ ഇരിക്കുക. ആരെന്ത് പറഞ്ഞാലും ഡോണ്ട് കെയർ. ആദ്യമായിട്ടാ ഒരു ഞങ്ങളുടെ പറമ്പീന്ന് ഇറങ്ങ്. ഞങ്ങൾക്ക് വൃദ്ധത്വം വേണ്ട. ഹലോ അമീൻ, എന്തെങ്കിലും സംസാരിക്കാം. റെന്റ് കൊടുക്കണ മൈക്കാണ്. ഹലോ പറടാ. ശരി, അല്ല ഞാൻ ഭയങ്കര ഇങ്ങോട്ട് വരൂ. യെസ് അല്ലെങ്കിൽ ഉമ്മർ സാറിന്റെ ഡയലോഗ് പറഞ്ഞാലും മതി. അമൂൽ ബേബി. എന്തെങ്കിലും ചോദിക്കും. ശരിക്കും ജോൺസൺ ബേബിയുടെ പോലെ ഇങ്ങനെ ബ്ലഷ് ചെയ്യുന്നുണ്ട് അല്ലേ? കളിയൊക്കെ ശരിക്കും. ബൈ പ്രൊഫഷൻ എന്താ ചെയ്യണേ? ബൈ പ്രൊഫഷൻ ഐ മീൻ ഇതൊക്കെ തന്നെ എന്റെ പരിപാടി. ആക്ടിംഗ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും? ഇല്ല ഞാൻ ചെയ്തായിരുന്നു വെറുതെ ഇതുപോലെ ബിടെക്. ബിടെക്. ഓ അടിപൊളി. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു ബിടെക്കാരന്റെ ഒരു ആക്ടറിന്റെ ഒരു 2 പാട്ടിലേക്ക് നമ്മൾ പോവാണ്. എനിക്ക് 2 ബിടെക് കാണിടാ. പാട്ടുകാരനാണോ? ഇങ്ങനെയൊക്കെയല്ലേ പാട്ട്. അല്ല, അത് ഞാൻ ഇങ്ങനെ പാടാൻ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും എന്റെ താളം തെറ്റും. അതാണ് പ്രശ്നം. തെറ്റണം. എനിക്ക് ഒരു ചിലപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ഇത് എന്നെ അവന് പാടാനുള്ളതെന്ന് തോന്നും. പക്ഷെ ഇത് ഈ വേദിയിൽ പുതുതായ കാരണം ഞാൻ അത് പാടാം. ശരി, ഓക്കെ. മറ്റേ പാടണോ അതോ പറയണോ? അതല്ല ഐ മീൻ അല്ല, സാധാരണ എല്ലാരും പാട്ട് പാടും. അല്ല, നിങ്ങൾ എങ്ങനെ പാട്ട് പറയാറാണ്? എന്റെ താളമേ തെറ്റും. ഇവർക്കെങ്കിലും കൂടെ പിടിച്ച് എനിക്ക് കുറച്ച് രക്ഷപ്പെടായിരുന്നു. അതാണ് സംഭവം. പാട്ടാന്നൊന്ന് പറയൂ. മുൻപേ പാടെ സെക്കൻഡ് സ്റ്റാൻസ് തൊട്ട് എനിക്ക് ഭയങ്കര എന്റെ പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ചിലത് പറയും. പറയിപ്പിക്കരുത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ. ആണോ? അപ്പൊ അനുവിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ആ പെണ്ണ് പലതും പറയും, നീ ഇത് കേട്ട് തുള്ളരുത് കേട്ടാ. അനുഭവസ്ഥനാണ്. സ്റ്റേജിൽ വന്നു, ഫ്ലോറിൽ 2ാമത്തെ ദിവസം തന്നെ ഒരു റൊമാൻറ്റിക് പാട്ടോട് കൂടിയിട്ടാണ് ആശാന്റെ തുടക്കം. നോക്കാം. തുടങ്ങട്ടെ. ഓക്കെ ദേവിക, ആ ഒരു പാട്ടിനനുസരിച്ചിട്ട് മൂവ്മെന്റ്സ് കൊടുക്കണം കേട്ടോ. മുൻപേ വന്നല്ലേ? നീ മുൻപേ വന്ന് പാടുകയും ചെയ്തു, അവള് പുറകെ വരെയും ചെയ്യും. അമീൻ ബിടെക് എന്നല്ലേ പറഞ്ഞു? ബിടെക് അല്ലേ? ഇപ്പം ബീഫ് ഫാം ആണ്. എന്താ ബീഫ് ബീഫ് ഫാം. അവര് ഒരു പഴയ കൗണ്ടർ പറയാം. സുഖമില്ലാത്ത ആളാണ്. നീ തന്നെ പറയണം കേട്ടാ. നിലവിലെ വാടക വാങ്ങി വീട്ടിൽ കുടിവെക്കലാമാ நாம் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா உங்களை வீட்டுக்கு நீதான் உந்தன் தோள்களில் கிடந்தரலாமா நான் சாயும் தோள் மேலே வேறாரும் சாய்ந்தாலே தகுமா தோழி செங்குலை சேரும் கலைந்தது போலே கலைந்தவிட முன்பே வா என் அன்பே வா பூனே வா உயிரே வா நான் கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே முன்பே வா என் அன்பே வா பூனே வா உயிரே வா ഞാൻ എന്റെ അല്ലാതെ മദ്രാസായ കുഴപ്പമുണ്ടോ? അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. സത്യം നന്നായിട്ട് ഞാൻ പാടും. ഇത് ഇങ്ങനെ ആയി പോയതാണ്. ഒരു കാര്യം പറ്റേ, അമീൻ ആക്ച്വലി ആദ്യത്തെ 2 പേരിൽ ടെൻഷൻ ഉണ്ടായി. പിന്നെ ശരിക്കുള്ള അമീൻ ഇങ്ങനെ പതുക്കെ പാടി വന്നപ്പോഴേക്കും അമീൻ ഒരു ചമ്മല് വരെ ഉള്ളില്. പക്ഷെ എന്ത് രസമായിട്ടാ പാടുന്നത്. അല്ല അങ്ങനെയല്ല, പാട്ട് പാടി. പക്ഷെ പാട്ട് പാടിയ കൂട്ടത്തിൽ അങ്ങനെ ഒരു പേർ അവിടെ വരാനും ഇവർ നേരത്തെ വല്ല പ്ലാൻ ചെയ്തു. സംഭവം ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പാടിയപ്പോ ലെവലൊന്നും കിട്ടുന്നുണ്ടായില്ല. ആള് വന്ന് കൈ പിടിച്ചു, അപ്പൊ സംഭവം ശരിയായി. എന്താണെങ്കിലും ഒന്ന് പോയി ഒഴിഞ്ഞിടണം. ഒരാള് മുട്ട വെക്കാനുള്ള പ്ലാൻ. ഇവിടെ വേറെ ഗായകരെ വളർത്തില്ല ഇദ്ദേഹം. മുമ്പേ വന്ന് പാടി, അവള് പുറകെ വന്നു. ശരി, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വൺസ് അഗൈൻ ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടണം മോനെ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഇത് ബുദ്ധിയൊന്നും വിചാരിച്ചു വെച്ചേക്കാണ്. പിന്നെ വന്നൊരു അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഇത് കണ്ടിട്ട് ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകണമെന്നാണ് തോന്നുന്നത്. അല്ലേ? പക്ഷെ ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വരുന്ന ഓരോ ഗസ്റ്റിനനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. അതെ, അതെ. അങ്ങനെ ഒരു ദുരന്തമല്ല. Correct അല്ലേ? ഇതിന് അവസരം മുതലാക്കുക എന്ന് പറയും. അതെ, ഞാൻ ആപ്റ്റാണ്. കാരണം എന്തുകൊണ്ടും ഗസ്റ്റ് വരുമ്പോ എന്റെ മോഹൻലാൽ ആപ്റ്റാണ്. പക്ഷേ നിന്റെ രൂപം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല വിജയ. ഇത് എന്താണ് വിജയ? ഇത് ഈ വേഷപ്പകർച്ച എനിക്ക് മനസ്സിലാവില്ല. ഇത് കണ്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് പ്രസന്റ് വേഷത്തിന് സ്കൂളിൽ 1ാം സമ്മാനം കിട്ടിയതായിരിക്കും. ഏത് വേഷത്തിന്? മംഗോളിയൻ കുരങ്ങ്. അപ്പൊ കോസ്റ്റ്യൂം മേക്കപ്പ് ഇല്ലായിരുന്ന? കോസ്റ്റ്യൂം ഇല്ലായിരുന്നു. അത് എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടൊക്കെ ഫസ്റ്റ് കിട്ടിയത്. അല്ലെങ്കിൽ സെക്കൻഡ് പോലും കിട്ടൂലായിരുന്നു. പഴയ കോമഡിയാണ്. നല്ല ഇവിടെ പോകും. അല്ല, അത് പോട്ടെ. ഇപ്പൊ അത് കുടന്നാക്കുന്നത് പോട്ടെ. അതല്ല നോക്കുമ്പോ എന്നെ കാണുമ്പോ എന്ത് തോന്നുന്നു? നിന്നെ കാണുമ്പോഴാ സർവേക്കല്ലിൽ കൊക്കു ദൂരി കണക്കിരിക്കുന്നു. ഭയങ്കര സംഭവമായിട്ടുള്ള എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ വേഷവും ചേരും. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നെ കാണുമ്പോ അണ്ടാവിൽ കയ്യിൽ കഴുകാൻ വിരിച്ചിട്ടേക്കുന്ന പോലെ ആഗ്രഹിക്കുന്നു. എടാ വിജയ, നീ വെറും കോൺസ്റ്റബിൾ ആണ്. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ബികോം ഫസ്റ്റ് ക്ലാസ്. സൂക്ഷിക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. അതെ, പിന്നെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക, നിറച്ച് വെള്ളം കുടിക്കുക, രാത്രി കിടക്കാൻ നേരത്ത് ഉപ്പുവെള്ളം ഇങ്ങനെ ആക്കിയിട്ട് തുപ്പിയാൽ മതി. ഇത് വന്നാൽ പോലെ 8 ദിവസം കഴിഞ്ഞപ്പോൾ ചുണ്ടുകൊട്ടല്ലോ. ബി കോംപ്ലക്സ്. ബി കോംപ്ലക്സ് അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ്. ബികോം ഫസ്റ്റ് ക്ലാസ്. നിന്റെ കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നിയത്. ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ ഞാൻ ഇവിടെ കിടക്കുന്നു, ഒരു പീഡിക്കാരനായ നീ ഇവിടെ കിടക്കുന്നു. രണ്ടുപേരും കിടക്കുന്ന ഒരു കീറപ്പായിലാണ്. നീ അങ്ങോട്ട് ചരിഞ്ഞടക്കും, ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞടക്കും. എടാ വിജയ, നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് അറിയാലോ? നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ നമ്മൾ ആ കേസ് അന്വേഷിക്കുന്നു, നമ്മൾ അതുപോലെ തിരിച്ചു പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. ഓക്കെ? അതാണ് എടുത്തോ തലേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുടറിപ്പയറേ, കുടറിപ്പയറേ, കുടറിപ്പയറേ. ഹലോ ചേട്ടാ, ചേട്ടാ ഒരു പിടി പയർ വേണം. അതങ്ങനെ തോന്നിയല്ലേ? അതങ്ങനെയല്ല. അത് കുടറിപ്പയറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടറിപ്പയറേ. അപ്പൊ ചേർത്ത് പറയുമ്പോ കുടറിപ്പയറേ. ഈ കോമഡി സിന്ധു നദിയുടെ സംസ്കാരത്തിലുള്ള കോമഡിയാണ്. നീ എവിടെ നിന്നാണ് കുഴിച്ചെടുത്തത്? അല്ല, ഇത് ഈ സ്കിറ്റിൽ ഇത് ആപ്റ്റാണ്. ഇപ്പൊ അടിക്കാൻ പറ്റില്ല, പിന്നെ അടിക്കാൻ പറ്റില്ല. ഈ ബുദ്ധി എന്താ നിനക്ക് നേരത്തെ തോന്നാത്തത്? ഈ ബുദ്ധി ഫ്ലവേഴ്സിനാണ് തോന്നേണ്ട. നമുക്ക് സ്കിറ്റ് എഴുതാൻ വേണ്ടി റൂം എടുത്ത് തരുമ്പോഴേ കണ്ടന്റ് മാത്രം ഉണ്ടാക്കിയ പോലെ കൗണ്ടറും കൂടെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ കൊച്ചി കലാമോന്റെ കൗണ്ടർ ഇതുപോലെ എടുക്കേണ്ടി വരും. ഞാൻ പറയണ കേട്ടാ, നീ കോൺസ്റ്റബിൾ, നീ തലേ കയറണ്ട. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. എവിടെ എവിടെ? കുട നന്നാക്കാനുണ്ട്. ആദ്യം നിന്റെ തല പോയി നന്നാക്ക്, അതിനുശേഷം കുട നന്നാക്കാം കേട്ടാ. അതായത് നീ തല നന്നാക്കിയിട്ട് കുട നന്നാക്കിയാൽ മതി. കാരണം തലയില്ലാത്ത കുട വെച്ച് പിടിച്ചിട്ട് കാര്യമില്ല. നടക്കുമെന്ന് തോന്നുന്നില്ല, നന്നാവൂല. അല്ലല്ലേ? കുട നന്നാക്കാനുണ്ടോ? കാക്കാ, ഈ കുട നന്നാക്കണ എത്ര രൂപയാവും? അത് പറഞ്ഞുതരാം. 500 രൂപയും 50 രൂപ GST വിത്ത് 550 രൂപ GST GST ഉണ്ട്. ഇവിടെ ഒരു കുടക്ക് 350 രൂപയുള്ള. അപ്പൊ 500 രൂപയ്ക്ക് എങ്ങനെയാ കുട നന്നാക്കി കൊടുക്കുക? നമ്മളല്ലേ നന്നാക്കുന്നത്, അതുകൊണ്ട് പുതിയ കുട മേടിച്ചു കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ഓട്ടോ ചാർജ് കൂടെ കൊടുക്കേണ്ടി വരും. അല്ലല്ലേ? നീ ചെറുതായിട്ട് നാടകമാവുന്നു. കുട നന്നാക്കാനുണ്ടോ? ഞങ്ങൾ കുട നന്നാക്കാൻ വന്ന 2 മലയാളി സഹോദരങ്ങളാണ്. അല്ല, നിങ്ങൾ മലയാളിയാണെന്ന് മനസ്സിലായി. Thank you. അദ്ദേഹം ആഫ്രിക്കൻ ആണല്ലേ? എന്ത് പറ്റിയടാ? ഇവറ്റകളുടെ ശബ്ദം കേൾക്കാൻ എന്ത് സുന്ദരം, എന്ത് സംഗീതാത്മകം. എടാ, ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാത്തത്? ഇത് നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. ഇല്ല, ഇത് ഫ്ലവേഴ്സിനാണ് തോന്നേണ്ട. ആദ്യം ഈ കിഴങ്ങുകളെ കാളകളെ പറഞ്ഞു വിട്ടിട്ട് നല്ല പുതിയ ആർട്ടിസ്റ്റുകൾ ഇറക്കുക. ഫ്ലവേഴ്സിനാണ് ആ ബുദ്ധി തോന്നേണ്ടത്. നമുക്ക് തോന്നിയിട്ട് യാതൊരുവിധ കാര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സംഗീതാത്മകമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് കിട്ടും. ഐശ്വര്യത്തിന്റെ സ്റ്റയർ മുഴങ്ങും പോലെ ഇരിക്കും. നമ്മളിപ്പോ വന്നത് ഇതിലല്ലോ. അല്ല, നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. കുട നന്നാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ കുട തന്നു കഴിഞ്ഞാൽ നമ്മൾ കുട നന്നാക്കിയിട്ട് നമ്മൾ രഹസ്യങ്ങൾ ചോർത്തുന്നു. ഓക്കെ? തടിയെ കുറിച്ച് അന്വേഷിക്കും. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? 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 കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട റിപ്പയർ. അത് പോവില്ല. എങ്കിൽ കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? നമസ്കാരം. നമസ്കാരം. നമ്മൾ കുട നന്നാക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. എന്റെ പേര് വിനോദും, ഇത് സ്റ്റീവനും. എന്റെ അച്ഛന്റെ പേര് ശശി എന്നാണ് പറഞ്ഞത്. എടാ വിജയ, നീ വീണ്ടും വീണ്ടും മണ്ടനാണ് തെളിയിച്ചിരിക്കുകയാണ്. എന്താണ് ദാസ? നമ്മളെ പേര് ബഷീർ, നമ്മള് കബീർ. നമ്മള് ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. അത് പറയണ്ട, ഗുളി കഴിച്ചാൽ മാറും. അത് വിഷയം ഗുളി കഴിച്ചാൽ മതി. ബി കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് അല്ല, ബികോം ഫസ്റ്റ്. നമ്മൾ ബികോം ഫസ്റ്റ് ക്ലാസ് കുട നന്നാക്കാനാണ്. ഇത് പ്രീ ഡിഗ്രി ഫെയിൽ ആണ്. അപ്പൊ കുട നന്നാക്കാനുണ്ടെങ്കിൽ കുട നന്നാക്കി നമ്മൾ തരും. കരിയും തരും.
തരും. കരീമ നിങ്ങൾ കൊള്ളാം. നിങ്ങള് കൂടെ നന്നാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും നന്നാക്കി തരും. നന്നാക്കി തരും. ഉണ്ടല്ലോ. നന്നാക്കും, രക്ഷപ്പെട്ടു. നന്നാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ പൊളിഞ്ഞത്. ഒരു കൂടെ ആദ്യം തരാം. മതി മതി മതി. മതി മതി മതി. ഒരു കൂടെ പിന്നെയും കൂടെ എന്നാണല്ലോ. അതെ അതെ കൊള്ളാം കൊള്ളാം. നമ്മൾ പറ്റിയ സ്ഥലത്താണ് വന്നത്. തമാശ പറയുന്നു. മിക്കവാറും വാലും മുറിച്ച് പോകും. അതെ അതെ. നിങ്ങൾ നന്നാക്കി. നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്കി. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങളാണല്ല ഭയങ്കര ഡയലോഗ് കങ്ങൾ നന്നാക്കി. അല്ല നിങ്ങളല്ലേ ബികോം ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾ എന്നാക്കി. അല്ല ഫസ്റ്റ് ക്ലാസ് കുട നന്നാക്കൂല. നിങ്ങൾക്കാണല്ലോ കുട നന്നാക്കാൻ ലുക്ക്. അല്ല നിങ്ങൾ എന്നാക്കിയാൽ ശരിയാവും. അല്ല ഇതിന് പിടിയില്ല. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല ഇതിന് പിടിയില്ല. അല്ല കരിയുമ്പോ നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്ക്. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്കി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കൂടെ ഇങ്ങ് തരും, ഞാൻ നന്നാക്കി തരാം. അല്ല ഇത് വേറെ സ്ഥലത്ത് നന്നാക്കാൻ തന്നതാണ്. ഇത് നന്നാവൂല. എപ്പോ ഒട്ടും നന്നാവൂല. ഇല്ലേ കൂട. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്കി. അല്ല നിങ്ങൾ എന്നാക്കി. നിങ്ങൾ നന്നാക്കി. നിങ്ങൾ എന്നാക്കി. ഇതിന്റെ പിടിയില്ലെന്ന്. നിങ്ങൾ നന്നാക്കി. നിങ്ങൾ എന്നാക്കിയാലേ ശരിയാവുള്ളൂ. നിങ്ങൾ നന്നാക്കി. എക്സ്ക്യൂസ് മീ, ഹലോ. അല്ല പേര് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇത്രയേരം പറഞ്ഞത് മനസ്സിലായില്ല. പേര് 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 ചേച്ചി കറക്റ്റായിട്ടാ ക്യൂ ചോദിച്ചിട്ടും മ്യൂസിക് ഇടാ ഒരു പഴം അവിടെ ഇരിക്കണുണ്ടോ? ചേച്ചി കറക്റ്റ് ക്യൂ ചോദിച്ചു, എന്നിട്ടും അവൻ ഇല്ല ഓഫീസിൽ നിന്ന് അപേക്ഷ വരാൻ വേണ്ടി ഇരിക്കണം. ആ മ്യൂസിക് ഇടുന്നവന്റെ പേരൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അവന്റെ ഒരു വിനീത് എന്നാണ് പേര്. അവന്റെ പേര് വിനീത് എന്നാണ്. കിഴങ്ങ് കണക്കിരിക്കുകയാണ്. എല്ലാ സ്കിറ്റിന്റെയും ടൈമിംഗ് തെറ്റിക്കുന്ന ചേച്ചി അനുഗ്രഹീത കലാകാരനാണ്. വീടും നമുക്ക് നോക്കാം. ചോദിച്ചു നോക്കി ചേച്ചി. ഇടാണെങ്കിൽ നമുക്ക് അവന്റെ കാല് പിടിക്കണം. അത് കഴിഞ്ഞ് ഹലോ എക്സ്ക്യൂസ് മീ, അല്ല പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. കള്ളമാണ് എന്റെ ദൈവമേ. എന്റെ അമ്മയാണ് എന്റെ മുട്ടാണ് സത്യം. കള്ളമാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം. എന്റെ പേരെന്താണെന്നറിയാം? വീതുള്ളി രവീന്ദ്രൻ. എന്റെ പേര്. ഒരു അവസരം കിട്ടുമ്പോ പേര് മാറ്റി പറയാൻ നോക്കുന്നു. അല്ലെങ്കിലും കാണാൻ കൊള്ളാന്നുള്ള ആര് പേര് വെച്ചാലും അപ്പോഴും പേര് മാറ്റി പറയാം. സിനിമ മാറ്റി. ഞാൻ എന്റെ പേര് ഞാൻ പറയും. പിന്നെ രതുൽ കുമാർ. സിനിമ മാറ്റി. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ ചെയ്യുന്നത് എന്തും യാന്ത്രികമാണ്. കറക്റ്റാണ്. അതൊരു കുറ്റബോധം വേണം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ഗസ്റ്റിനെ എടുത്തിട്ട് ഇതുപോലത്തെ പേക്കുത്തി അടിക്കുമ്പോൾ കുറ്റബോധം വേണം. നിനക്കും വേണം, നമ്മളെ വിളിക്കുന്ന ഫ്ലവേഴ്സിനും വേണം. അതല്ല പറഞ്ഞത്. അതല്ല, ഇത് വേറെ കേസാണ്. പടം മാറ്റി കയറുമോ നോക്കാം. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു. എന്റെ അടുത്തും ചോദിച്ചേട്ടാ. 250 രൂപ. അവർ നാളെ കല്യാണത്തിന് രാജുമോനെ. ആറ്റിങ്ങുള്ള രാജുമോനെ. ആറ്റിങ്ങുള്ള രാജുമോൻ എന്റെ അടുത്ത് 250 രൂപ കടം ചോദിച്ചു. നാൻസി രാമോൻ രാജുമോന്റെ അതാണ്. ഒരിക്കൽ അത് രാജുമോൻ, ഇത് രാജുമോൻ. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാന്ന്. അത് എന്റെ അടുത്ത് ചോദിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ആരാടാ നിന്റെ ഫാദർ? സിനിമയിലുള്ള സ്ക്രിപ്റ്റിലുള്ളതാണ്. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാന്ന്. ഞാൻ പറഞ്ഞു, കിരീടവും ചെങ്കോലും സിംഹാസനമൊക്കെ ഉള്ള രാജാവുണ്ട്. കിരീടവും ചെങ്കോലും ഹിസൈൻ സബ്ദുള്ള ഭരതം അഭിമന്യു അദ്വൈതം ആട്ടക്കലാശം വരവേൽപ്പ് വന്ദനം അകം മുഖ ആര്യൻ പടയണി പക്ഷ ഗുരു സുഗമദേവി സൂര്യാത്രി. ഞാൻ ചോദിക്കട്ടെ, ഈ രാജാവ് മോഹൻലാൽ ഫാൻസാണ്? അത് അല്ല, അയ്യോ അല്ല, മോഹൻലാലിന്റെ സി ഡി എല്ലാം ഇവിടെ ഇരിക്കുന്നത്. സി ഡി കിടാൻ പറ്റ രാജാവിന്. ഇത് നടക്കുന്നു, ഒരു നടക്കി പോകും. എല്ലാം പറയാം. ഒരു കണക്കിന് നോക്കിയാൽ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. നാൻസിക്ക് എപ്പോഴെങ്കിലും പിരിഞ്ഞു പോവാം. ഒരു കാര്യം ചെയ്താടെയാ, രാത്രി ചേർത്തിയാൽ അല്ലെങ്കിൽ ജലപീരങ്കി വെച്ച് ഒരു അടി അടിച്ചാൽ അതും അല്ലെങ്കിൽ ഒരൊറ്റ തുള്ളി തൈര് അപ്പോഴേ പിരിഞ്ഞു പോകും. അല്ല, പിരിഞ്ഞു പോകാൻ പറഞ്ഞു. എടാ, നാൻസിക്ക് പിരിഞ്ഞു പോകണ കാര്യം പറഞ്ഞത്. പിന്നെ നാൻസിക്ക് എപ്പോഴെങ്കിലും എന്നെ വിളിക്കാം. മൈ ഫോൺ നമ്പർ ഈസ് 2255. അയ്യോ, എന്റെ ഫോൺ കൂടെ പറയടാ. എന്റെ 98 64 16 73 നമ്പർ പറഞ്ഞു കൊടുക്കാനല്ല പറഞ്ഞത്. സിനിമയുള്ള കേസാണ്. അത് പിന്നെ നിന്റെ നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ഫോൺ നമ്പർ പറഞ്ഞാണ്. അപ്പൊ നിന്റെ നമ്പർ ഞാൻ ഏഴാക്കൂല. ഫോൺ നമ്പർ പറഞ്ഞാണ്. അയ്യോ 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 അയ്യോ, താടിയൊക്കെ പറഞ്ഞു വന്നല്ലോ. സത്യം കള്ളന്മാരാണ്. ഇനി ഞങ്ങളൊരു സത്യം പറയാം. എന്താണ് സത്യം? ഐ ആം CID രാംദാസ്. ഐ ആം CID വിജയൻ. We are CIDs from തമിഴ്നാട്. തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യപ്രകാരം ഈ പരിപാടിയിൽ കോമഡി ഇല്ലെന്ന് അറിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇത് കളിച്ചു കയറ്റാൻ വേണ്ടി വന്ന 2 CIDകളാണ് ഞങ്ങൾ. അത് മലയാളത്തില് മനസ്സിലായില്ലേ? അപ്പൊ we are CID from തമിഴ്നാട്. I am രാംദാസ്. ഈ മ്യൂസിക് ഇട്ട് എന്തിനാന്നറിയോ? അവര് വർത്തമാനം പറയാതിരിക്കാൻ.
മേഡം ഇന്ന് വന്നേ ഉള്ളെങ്കിലും ഒരു 5 കൊല്ലം ഇവിടെ നിന്ന് അതേ ഒരു എഫക്റ്റ് ആണ്. വേണ്ട രീതിയിൽ ഇവരെല്ലാം പഠിച്ച രീതിയിലാണല്ലേ? ഇനി ഒരു ക്ലൈമാക്സ് ഉണ്ട്, വേണമെങ്കിൽ പറയാം. ആ എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. സമയമായില്ല, ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഡയറക്ടർ വായിരിക്കുന്നൂടെ കേൾക്കാം. അയ്യോ, ദാസനും വിജയനും പൊളിച്ചടക്കിട്ടോ, ഗംഭീരായിരുന്നു. നൈസ് നൈസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഈ മൾട്ടി സ്റ്റാർ കേട്ടിട്ടുണ്ട്, മൾട്ടി ഫിലിംസ് ഇപ്പോഴാണ് കാണുന്നത്. കാരണം ഞാൻ അഭിനയിച്ച ഏത് ഫിലിം നിന്ന് ഏത് ഡയലോഗിൽ നിന്നും ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ നിങ്ങൾ പട്ടണപ്രവേശം തുടങ്ങി, രാജാവിന്റെ മകനെ പോയി, 20-ാം നൂറ്റാണ്ട് പോയി, പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എവിടെയൊക്കെ പോകും ദൈവത്തിന് അറിയാം. മോഹൻലാൽ ഫിലിംസ് ഞാൻ അഭിനയിച്ച എല്ലാം നന്നായിരുന്നു, സൂപ്പർ, അടിപൊളി. നിങ്ങളത് കോർത്ത വിധം നന്നായിരുന്നു. താങ്ക് യു. നല്ലൊരു കോൺസെപ്റ്റ്, സീരിയസ്ലി സെയിങ് ഒരു വണ്ടർഫുൾ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ഒരു സെക്കൻഡ് പോലും നമുക്ക് ചിരിക്കാതെ ഒരു ബോറടി എവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര രസമായിട്ട് നിങ്ങൾ കട്ടയായിട്ടായിരുന്നു ഫുൾ അത് ത്രൂ ഔട്ട് പ്രസന്റ് ചെയ്തത്. അടിപൊളി. താടി ഇവിടെ അതെ പറഞ്ഞു വന്നിട്ടുണ്ടോ, ഒന്ന് ഒട്ടിച്ചു. അത് കോമഡിക്ക് വേണ്ടിയാണ്. അതെ അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദാസനും വിജയനും വലിയ കൈഡി. ചിരിക്കാൻ പോണ ഒരു ഗെയിമിലേക്കാണ് നമ്മൾ പോവാൻ പോണേ. ഇതുവരെ സ്റ്റാർ മാജിക്കിന് ഈ ഫ്ലോറിൽ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഉണ്ടായിട്ടില്ല. പക്ഷെ പലർക്കും ഇത് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അമ്പി ചേച്ചി, കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ളത് എന്ത് ടോയ്ക്ക് വേണ്ടിട്ടായിരുന്നു? എന്തിനു വേണ്ടിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ളത്? എന്റെ കുട്ടിക്കാലത്തൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ മോഡേൺ ആയിട്ടുള്ള ടോയ്സ് ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഹോം മെയ്ഡ് ടോയ്സ്. ഞാനൊക്കെ വന്നിട്ട് ഓലപ്പന്ത്, ഓലപ്പീപ്പി, കണ്ണാടി, വാച്ച്, ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കളിക്കും. പിന്നെ ആകെ വാശി പിടിച്ചിട്ടുള്ള സിനിമ കാണാൻ പോകാൻ വേണ്ടി മാത്രം. അന്നേ സിനിമ കമ്പുണ്ട്. സിനിമ കമ്പമല്ല, സിനിമ പൈത്യം. പൈത്യം. ലക്ഷ്മിയെ കണ്ടപ്പോഴേ ഒരു കാര്യം ഓർത്തുപോയി. എന്ത് കാര്യേട്ടാ? ഭോജരാജാവ് സുഖമായിരിക്കുന്നോ? എന്റെ കോസ്റ്റ്യൂമിനെ കളിയാക്കിയതാ. അല്ല, ഇതൊക്കെ പണ്ട് ഷീലാമ്മയൊക്കെ ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിൽ കണ്ടിട്ടുണ്ട്. അതാണ്. പിന്നെ ഓൾഡസ്റ്റ് ഗോൾഡ് എന്നല്ലേ നമ്മൾ പറയാ. ഫാഷൻ തിരിച്ചു വന്നു. ഫാഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ലൈക്ക് അംബിക ചേച്ചിയുടെ ഏറ്റവും ശരിക്കും ഇന്നത്തെ കാലത്ത് നമ്മള് വലിയ സ്റ്റൈല് സ്ലീക്ക് എന്ന് പറയും, നടുവകിച്ചിലെടുത്ത് ഇങ്ങനെയായിട്ട് അങ്ങനെ. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്ന് ഈ സ്ലീക്ക് എന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ഒക്കെ അല്ലേ? അതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യമായിട്ട് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ടിംഗ് ക്ലാസ്സിനോ ഇതൊന്നും പോയിട്ടില്ല. അതെ, എന്റെ ഗുരു കണ്ണാടിയാണ്, മിററാണ്. എല്ലാ ആർട്ടിസ്റ്റിന്റെയും ഏറ്റവും ബെസ്റ്റ് ഗുരു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അന്നൊക്കെ പിന്നെ ഷീലാമ്മ നസീർ സാറാണല്ലോ നമ്മുടെ എന്താ പറയുന്ന ഫാഷൻ ഐക്കോൺ എന്ന് പറയുന്നത്. അവർ ഇടുന്ന ഓരോ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നിന്ന് കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് അവർ ചെയ്യുന്ന ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഹെയർ സ്റ്റൈലിന് അംബിക വിഗ് എന്ന പേര്. കണ്ടോ? ഈ മേക്കപ്പ് ഐറ്റംസിലൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു പണ്ട്. സെൽഫ് മേക്കപ്പ് ഒക്കെ ആയിരുന്നില്ലേ പണ്ട് ചെയ്യാ? നമ്മുടെ നാട്ടില് ഒരു ചെടിയുണ്ട്, അതിന്റെ ഒരു പൂവ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് റെഡ് കളർ ഉണ്ടാവും. ആരെങ്കിലും ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതെടുത്തിട്ട് ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ ലിപ്പിൽ തേക്കും. ലിപ്സ്റ്റിക്കിന് പകരം ആക്കിയിട്ട് ലിപ്പിൽ ഇങ്ങനെ തേച്ചിട്ട് നമ്മുടെ നെയിൽ പോളിഷ് ആയിട്ട് റംബൂട്ടാൻ അതുപോലെ ഇരിക്കും കാണാൻ. അതിനുശേഷം സെലിബ്രിറ്റി ആയിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ എന്റെ അമ്മമ്മ വന്നിട്ട് അവര് തലയിൽ ഡൈ അടിക്കാൻ വേണ്ടി ഈ ചട്ടിയുടെ ബാക്കില് ഇരിക്കുന്ന കരി ഇതാക്കും. അതില് വെളിച്ചെണ്ണ തേച്ച് കൺമഷി പോലെ ആക്കുമ്പോ അത് ഈർക്കിലെടുത്തിട്ട് ഇവിടം വരെ ഒരു വരപ്പ് പാലിട്ട് കണ്ണെഴുതുന്നു. കാരണം നമ്മൾ കാണുന്നതൊക്കെ ഷീലാമ്മയാണേ. അവർ ഇത്രയും നീളത്തിന് കണ്ണൊക്കെ കഴിയുമ്പോൾ സ്കൂളിൽ പോകുമ്പോ അതൊക്കെ ഇട്ട് ഇവിടം വരെ വരയ്ക്കും. ഐബ്രോ ഒക്കെ വരയ്ക്കും. ഇവിടെ സ്റ്റാർ മാജിക്കിൽ വന്നത് ഇങ്ങനെയായിരുന്നു. ആണോ? ഇപ്പോഴും അങ്ങനെ കുട്ടിയില് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടല്ലേ വന്നത്? അപ്പോഴേ സെലിബ്രിറ്റി ആയപ്പോ എങ്ങനെയായിരുന്നു പബ്ലിക്കിന്റെ ഇടയിലൊക്കെ മനസ്സിലാവുമായിരുന്നോ ഞാനൊരു സെലിബ്രിറ്റി? അങ്ങനെയല്ല, ഞാനൊക്കെ വന്നിട്ട് ഒരു ഫ്രെയിം, അതായത് ചോറ്റാനിക്കരമ്മ എന്ന് പറഞ്ഞ ഒരു ഫിലിമില് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്നു. ഒരു ഫ്രെയിം ആ ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സില് കൂടെ പഠിക്കുന്നപ്പോൾ ആ സിനിമ വരുമ്പോ കണ്ടോ അതാണ് ഞാൻ അങ്ങനെ ഒരു പട്ട് പാവാടയും ബ്ലൗസ് ഇട്ട് അതാണ് ഞാനെന്ന് പറയുന്നതിൻ്റെ ഒരു ട്രോളി ഷോട്ട് പോയി കഴിയും. പക്ഷേ എങ്കിലും ആ ഫ്രെയിമിൽ ഞാൻ നിന്നു. അതിനെനിക്ക് 200 രൂപ ശമ്പളവും കിട്ടി. അന്ന് കിട്ടിയ ശമ്പളവും അതൊക്കെ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ നമുക്ക് സന്തോഷത്തിലൊരു സങ്കടം വരില്ലേ? ഇപ്പോഴും എൻ്റെ ഫോണിൽ ചോറ്റാനിക്ക് രമ്മ മൂവി ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫ്രെയിം കാണാൻ വേണ്ടി മാത്രം. ഓ അടിപൊളി. ഇതിനകത്തെ ഈ ബിനീഷ് ബാസ്റ്റൻ വിജയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു. അവിടെ എന്തോ വിഷയം ഉണ്ടാക്കിയിട്ട് അവിടെയും പറഞ്ഞു ഇങ്ങനെ തന്നെ
അവനാണ് പിടിക്കവനെ. ശരിക്കും, തെറി സിനിമയില് തെറി കേട്ടതാണ്. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ സീൻ വരെ ചെയ്തിട്ടുണ്ട്. ആ കണ്ടു ഞാൻ സംസാരിച്ചല്ലോ. പടത്തിന് പേര് കിട്ടിയില്ലായിരുന്നു. പുള്ളീനെ ചുറ്റുമുള്ള ആൾക്കാർ വിളിച്ച് അത് തെറിയാക്കി അങ്ങനെ ആക്കി. നായകൻ വിജയ് സാറായിരുന്നു. അതെ, ജവാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ജവാന് മുല്ലപ്പൂ മുല്ലപ്പൂ ജവാന് മുല്ലപ്പൂ എന്ന് പറഞ്ഞ സിനിമയിലെ അതിന് നായകനായിരുന്നു. മുല്ലപ്പൂ ആയിരുന്നോ? ആ പടം ക്ലബ്ബിൽ കയറി അറിയോ? ആരുടെ ക്ലബിൽ? ഞങ്ങളുടെ ക്ലബിലിട്ടാ ഞങ്ങൾ കണ്ടത്. ആ സിനിമയിലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോലും കിട്ടിയില്ല പുള്ളി. എന്ത് ഷോട്ട്? സ്ക്രീൻഷോട്ട്. ശരി, സ്റ്റാർ മാജിക്കല് അമ്പിയ ചേച്ചി ദാ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ദാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമ്മൾ പോകാൻ പോണേ. ഗെയിമിന്റെ പേര് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ പറയേണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് 2 ടീം ഒരുമിച്ചായിരിക്കും ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് ഒരു മെമ്പർ വരുന്നു, കുഞ്ഞു വാവയെ പോലെ ഇവിടെ ഇങ്ങനെ കിടക്കുവേ. ആൻഡ് അതിനുശേഷം ഇവിടെയും അതെ അതുപോലെ തന്നെ ഒരാൾ കിടക്കും. ഓക്കെ, ആൻഡ് ഇതെന്താ നിങ്ങൾക്ക് കാണാനുണ്ടോ? ഇതൊരു സ്ലൈമാണ്. ആഹാ, കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. ബാക്കിയുള്ള 5 പേര് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് മാവ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള പോലെയാണ് സ്ലൈം നമ്മൾ സങ്കല്പിക്കുക. നമ്മളത് ഇങ്ങനെ 5 പേരും ഒത്തുപിടിച്ച് അതിങ്ങനെ വലുതാക്കണം. എന്നിട്ട് ഈ ബേബി പാവം ഇങ്ങനെ കിടക്കുകയല്ലേ, ഒരു ബ്ലാങ്കറ്റ് പോലെ മൂടിക്കൊടുക്കണം നമ്മൾ. ഇതിൻ്റെ ഇടയിൽ എങ്ങാനും ഇതിലൊരു ഓട്ട വീണ സ്ലൈം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് സെറ്റ് ചെയ്ത് വീണ്ടും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. എവിടെയും ഒരു ഹോള് പോലും വരാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി ഇത് കവർ ചെയ്യണം. കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നമുക്ക് ശരിക്കും അത് വിഷ്വലി മനസ്സിലാവും. ഒരമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുവാവ കിടക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങളുടെ മിടുക്കാണ് കേട്ടോ. അതിനുശേഷം 9 മാസം കൃത്യം തികയുമ്പോ ഇങ്ങനെ ഒരു വേദന വരും, വയറുവേദന. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ കുഞ്ഞുവാവ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇള്ളേന്ന് പറഞ്ഞു വരും. ഉദ്ഘാടനത്തിന് 3 ലക്ഷം രൂപ മേടിക്കുന്ന ഒരാളാണ് പറഞ്ഞത് ഇള്ളേന്ന്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ ആണോ പ്രസവ മുറിയാണത്? അല്ലല്ല, ഇതിലിപ്പോ ആരൊക്കെ പ്രസവിക്കും, ആരൊക്കെ എന്റെ ഒരു സജഷൻ പറഞ്ഞോട്ടെ, ആരൊക്കെ പാല് കുടിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പൊ എന്റെ ഒരു സജഷൻ പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഇടയ്ക്കേന്ന് തുടങ്ങാണ്ട് നമുക്ക് ആദ്യരാത്രി മുതൽ ഇങ്ങനെ തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ ബേബി പുറത്ത് വരും. പക്ഷെ ഈ 2 ബേബീസിനും ഭയങ്കര സ്പെഷ്യാലിറ്റിയാ. എന്താണെന്നറിയോ? ഇവര് ജനിച്ച അന്ന് മുതൽ മുട്ടിലഴിഞ്ഞു തുടങ്ങും. 2-3 months ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഇവര് ഇങ്ങനെ എഴഞ്ഞിട്ട് വേഗം പോയിട്ട് പാലും കുപ്പി എടുത്തിട്ട് പാല് കുടിക്കും. ഫ്രഷ് പാലാണോ? ശരിക്കും പാല, ശരിക്കും പാല, ശരിക്കും നല്ല അസലാകാം പശുവിന്റെ അകട നിന്ന വലച്ചോരിയെടുത്ത് ചൂടുള്ളതാ. അപ്പതാ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം 2 കുഞ്ഞാവുകൾ വരട്ടെ. ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ള കുഞ്ഞാവുകൾ വരികയാണ്. അതിന്റെ ഒരു രീതി വന്നിവിടെ കിടക്കൂ. ഇതെന്റെ അല്ല അല്ല, ഈ ഗെയിമിന് ഒരു ചെറിയ മാറ്റം വരുത്താൻ പറ്റും? ഒരു മാറ്റം വരുത്താൻ പറ്റില്ല, അവിടെ കിടക്കൂ. അല്ല, ഇത് അനു ഇത് പൊട്ടിക്കഴിഞ്ഞാലേ ഇള്ളക്ക് പകരം തള്ളേന്ന് വിളിച്ചാലേ അത് നമുക്ക് ആലോചിക്കാം. കിടക്കൂ. തങ്കച്ചൻ കൊച്ചായിട്ട് കിടക്കാണ്. ഞാൻ വിചാരിച്ച ആന പിണ്ട വിട്ടേക്കുവാണ്. സ്റ്റാർ മാജിക്കില് നമ്മളപ്പോ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കുഞ്ഞുവാവയ്ക്കൊരു പാലും കുപ്പി. ഇങ്ങനെ ഒരു ഗർഭപാത്രത്തിൽ കിടക്കണത് കോളം ബീച്ചിലോ മദാമ അടക്കം പോലെയാണോ? കൂടി കിടക്കണം. പിന്നെ ശരി, ഡൗൺ പ്ലീസ്. 3, 2, 1. അവിടെ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പൊട്ടി. ഓക്കേ, അങ്ങനെ വാരി എടുക്കില്ല, പൊക്കി എടുക്കൂ. അച്ഛനും അമ്മയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ട കിടന്നാ മതി ഇങ്ങനെ. തങ്കച്ചാ ഗർഭപാത്രത്തിൽ കിടന്ന് വീട് വലിക്കില്ലേ? അത് ചേർത്ത് വിടാ. ആ പോട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. സുദർശൻ ആരാണ്?
ഞാൻ തന്നെ. തന്റെ ഭാര്യയാണോ പ്രസവിക്കാൻ എന്റെ കിടക്കുന്നത്? ഭാര്യയാണ്. ഓ, കോംപ്ലിക്കേഷൻ ആണ്. ഒരു കാര്യം ചെയ്യും, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും. ഞാൻ പറഞ്ഞാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരല്ലേ എന്ന്. അതെന്താ? വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. നിന്നോടല്ലേ പറഞ്ഞത്? ടെൻഷൻ അടിച്ച വേശക്കും ഡോക്ടറെ. ഇനിയിപ്പം സിസേറിയൻ അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരണം. ഡോക്ടർ സിസേറിയൻ എന്താണെന്ന് അളിയൻ അറിയില്ല. സിസേറിയൻ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ആ വെടലയോട് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. ഭാഗ്യം, നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു. എണീച്ച് പോയി കരഞ്ഞിട്ട് പാല് കുടിക്കേ. അച്ഛന്റെ മോളെ ചക്കരേ ചക്കരേ ചക്കരേ. ഈശ്വര, എന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ സിസേറിയൻ സക്സസ് ആയതാണ്. അച്ഛനെ വാർത്ത് വെച്ചേക്കുന്നത്. അച്ഛൻ ഞാനല്ല, അച്ഛൻ അതാണ് ഇതാണ്. ഇതായിരുന്നോ? എന്റെ പോലെ തന്നെ കുട്ടി. ഒരു മിനിറ്റ്, വാർത്ത വെച്ചേക്കട്ടാണ്. ഹലോ മാഡം, ഞാനൊരു മൃഗ ഡോക്ടർ കൂടിയാണ്. അപ്പുറത്തൊരു പശു പ്രസവിക്കാൻ കിടക്കുന്നു. ഞാൻ പോയി നോക്കിട്ട്. ഓക്കെ, അടുത്ത പ്രസവം. ഹലോ, എന്താ താമസം എന്നറിയാവോ? തലതിരിഞ്ഞ് കിടക്കുകയാണ്, അതാണ്. ഹലോ, സോറി, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് നോക്കിയതാണ്. ഇവിടെ നോക്കിയപ്പോ ഓക്കെയാണ്, നേരെയാണ്. ഇപ്പൊ ഞങ്ങള് വേറെ എന്തെങ്കിലും ചെയ്തേനെ. വൈറ്റാട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങള് വയറില് ശരിക്കും അമർത്തു. ഇത് എന്റെ റിനിയുടെയും കുട്ടിയാ. ഒന്ന് നോക്ക് ഡോക്ടറെ. തന്റെ കുടുംബം ഇതല്ലേടൂ? ഒരു അവിഹിതം. അതിന് അവര് സമ്മതിച്ച? എടാ, താളത്തിന് നടക്കാൻ അറിയാത്ത നിനക്കും അവിഹിതമോ? അവര് സമ്മതിക്കുവാണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാം. നിങ്ങൾ എടുക്കണ്ട, ഞങ്ങൾക്കറിയാം. അയ്യോ, മനുഷ്യ കുഞ്ഞല്ല. ഈ കുഞ്ഞിന് ഞാനൊരു പേരിട്ടോട്ടെ. എന്താണ്? ഊളംകുന്ന് ഉദയകുമാർ. ഒരു കത്രിക വരാവോ? എന്തിനാ? പൊക്കിൽ കൂടി അറിയിക്കാൻ. അയ്യ, എനിക്കിത് കഴിയട്ടെ, ഞാൻ ചോദിക്കാം. നമ്മുടെ രണ്ടുപേരും കുട്ടിക്ക് എന്താണ് ഈ കളറെന്ന്? കുട്ടിപ്പാല് കുടിച്ചു കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ക് ചോദിക്കും. ഞാൻ ഒരു കുപ്പി മഷി സംഘടിപ്പിച്ചോണ്ട് വരട്ടെ. സ്നാക്കി കൊണ്ടുപോവാ. ടൈം ഈസ് ഓവർ. അപ്പോ കുഞ്ഞു മാവിക്ക് ഒരു പാലും കുപ്പി എന്നുള്ള ഈ ഒരു ഗെയിമില് ഏറ്റവും ആദ്യം ലൈക്ക് വന്ന് പാല് കുടിച്ച ന്യൂ ബോൺ ബേബി എന്ന് പറയുന്നത് അനു ബേബി ആയിരുന്നു. അപ്പൊ അനുവിന്റെ ടീമിന് 1 പോയിന്റ് പോയിരിക്കുകയാണ്. ചേച്ചി, ഏത് ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്? അനുവിന്റെ ആണോ തങ്കുവിന്റെ ആണോ? രണ്ടുപേരും രണ്ട് സ്റ്റൈലിൽ നന്നായിരുന്നു. പക്ഷെ ഈ കുട്ടി ഞാൻ നോക്കുമ്പോ കുട്ടി അവിടെ കിടന്നിട്ട് സൈക്കിള് ഓട്ടി. ഈ ന്യൂ ബോൺ ബേബി സൈക്കിൾ ഔട്ടെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്ഭുതം. മാസം തികയാനട്ടാ. പോയിന്റ് വൈസ് നമ്മൾ നോക്കുമ്പോ ആദ്യം ടാസ്ക് തീർത്ത് പാല് കുടിച്ച ടീമാണ്. 1 പോയിന്റ്. അനു, ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ ഒരു പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടേത്. അല്ല, അത് മനസ്സിലായി. കാരണം അവര് റിച്ച് ആയതുകൊണ്ടാണ് സിസേറിയൻ. അതെ മാഡം, അതുകൊണ്ടാണ് വയറ്റാട്ടിയെ വിളിച്ചത്. അവര് ടാക്സിക്കാ വന്നതാ ഹോസ്പിറ്റലിലേക്ക്, ഞങ്ങൾ കാളവണ്ടിക്ക് വന്നത്. ഏറ്റവും ആദ്യം ബേബീസ് ജനിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരെ സൂവിലേക്ക് പോവാണ്. ഇന്ന് അവിടെ 2 മൃഗങ്ങൾ ഇന്ന് ജനിക്കുകയാണ് കേട്ടോ. അത് ആരൊക്കെയാന്നുള്ളത് അവരുടെ ചോയ്സ്. നിങ്ങൾ ഏത് ടീമാ? ഞങ്ങളുടെ കിങ് കോങ്, ഫിനിഷ് ബാസ്റ്റ്യൻ. നമ്മളാരാണ്? ആട്ടിൻകുട്ടി. ശരി, ഓക്കെ. ഇവിടെ കിങ് കോങ്ങും ഇവിടെ ആട്ടുംകുട്ടും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അങ്ങനെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് ഒരു കുഞ്ഞിനെ നീ കൊണ്ടുവന്ന് വിചാരിക്കണ്ട. നീയൊക്കെ തിന്നുന്ന പഴത്തിന്റെ ഒരു തൊലി ഇതിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വാങ്ങിച്ചോളാം ആടിനെ. ആട് പ്രസവിച്ച് കഴിയുമ്പോഴേ നീ മാറി നിൽക്കണം. ചിലപ്പോ ആട് വാഴയെന്നും പറഞ്ഞിട്ടേ നിന്നെ തിന്നും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഈ പാട്ട് പാടി കഴിയുമ്പോൾ ആട് പ്രസവിക്കും. അതായത് എന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി, മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടമട്ടി.
സിസിലി കുട്ടിരെ തേപ്പുപട്ടി പാട്ടി തളർ മുറുക്കാൻ പറ്റി സിസിലി കുട്ടിരെ തേപ്പുപട്ടി പാട്ടി തളർ മുറുക്കാൻ പറ്റി മറിയേരം മേരാട്ടുകുട്ടി പ്രസവിര മറിയേരം മേരാട്ടുകുട്ടി മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പറ്റി മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പറ്റി മറിയേരം മേരാട്ടുകുട്ടി മറിയേരം മേരാട്ടുകുട്ടി എന്റെ ആടിന് പ്രസവിക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പറ്റി മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പറ്റി മറിയേരം മേരാട്ടുകുട്ടി മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പെട്ടി മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പെട്ടി പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന കുട്ടമ്പട്ടി സിസിലി കുട്ടിരെ തേപ്പ് പറ്റി പാട്ടി തളർ മുറുക്കാൻ പറ്റി സിസിലി കുട്ടിരെ തേപ്പ് പറ്റി പാട്ടി തളർ മുറുക്കാൻ പറ്റി മറിയേരം മേരാട്ടുകുട്ടി മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പെട്ടി അവിടുന്ന് വലിച്ചെത്താ നീ എന്താ മണ്ടത്തരാടാ കാണിച്ചേ മണ്ടത്തര കാണിച്ചു ഓക്കേ, അപ്പോ ഇവിടെ കിങ് കോങ് ജനിച്ചില്ല കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഉരുളി വരെ കമഴ്ത്തി. ശരി, അപ്പൊ ഇതെല്ലാം ഈ ഒരു റൗണ്ട് കഴിയുമ്പോ 1 പോയിന്റ് നമ്മുടെ സുമയുടെ ടീമിലേക്കാണ് പോണേ. ദാറ്റ് മീൻസ് ആദ്യ തനുവിന്റെ വണ്ണും ഇപ്പോഴത്തെ നിങ്ങളുടെ വണ്ണും കൂടെ നോക്കുമ്പോ ടൈ ആണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ടൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ടൈ ബ്രേക്കർ വേണ്ടേ. നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. ഏറ്റവും ആദ്യം ആരാണോ ഏത് ടീമാണോ കംപ്ലീറ്റ് ഒരു കവറേജ് കൊടുക്കുന്നത് അവർ ജയിക്കും. ഏറ്റവും ആദ്യം അത് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പൊട്ടും ഇല്ല പൊട്ടി പൊട്ടി പൊട്ടി. ഇങ്ങനെ കൈ ഉള്ള കൈ ഇങ്ങനെ റൈറ്റ് പ്ലേസ്മെന്റ് ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്തത്. ഓക്കെ, ഏത് ടീമിലേക്കാണ് ഫൈനൽ പോയിന്റ് പോകുന്നത്? ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയില്ല. അല്ല, അതല്ല, എത്തിയായിരുന്നു, അവസാനം പോയി ടച്ച് ചെയ്തതായിരുന്നു. ഇത് നല്ല ഷേപ്പിൽ കിടക്കണം. 1 പോയിന്റ് ഉല്ലാസിന്റെ ടീമിലേക്ക് വരുമ്പോൾ ടോട്ടൽ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു ഉല്ലാസ് പന്തളം ആൻഡ് ടീം. കൂടത്തുള്ള കുഞ്ഞിവാവയ്ക്കൊരു പാലും കുപ്പി എന്നുള്ള ടോട്ടൽ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ഉല്ലു ആൻഡ് ടീം. അപ്പൊ എന്തായാലും നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണോ? ഞങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിലെ 6000 രൂപ തരാമോ? ഓ, നിങ്ങൾക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്? അതെ. അത് ആദ്യം ഒന്ന് ആലോചിക്കട്ടെ ഞാൻ. ഓക്കെ, ഓക്കെ, കഷ്ടപ്പെട്ടു വെറുതെ ആയോ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻ ഉല്ലാസേട്ടൻ ആൻഡ് ടീം. സത്യം പറയട്ടെ, പറഞ്ഞ നിങ്ങളും വിശ്വസിക്കുന്നുള്ളത് എനിക്കറിയാം. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, കാരണം ഗെയിംസ് ഒക്കെ ഇത്ര രസകരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പക്ഷെ ഒരു ബ്രേക്ക്, നിങ്ങൾക്കൊരു ഉറക്കം ആവശ്യമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം. സേ ഗുഡ് നൈറ്റ്.